ആമേ, ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ് 25 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. മാർക്ക് ദ ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 25 ഓൺവേർഡ്സ്. അവിടെ 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ വചനത്തിൽ നിന്നും ഒരു ചിന്തയാണ് മോർണിംഗ് ഡിവോഷനിൽ നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ 25 മുതൽ ഈ രക്തസ്രവ സ്ത്രീയുടെ പശ്ചാത്തലങ്ങളും അവൾ അനുഭവിച്ച ഭാരങ്ങളും ഒക്കെ എഴുതി താഴോട്ട് വരുമ്പോൾ 32-ാമത്തെ വാക്യമാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 32-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അവനോ അതു ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. അവനോ അതു ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. എൻ്റെ കൂടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് പറയാമോ? അവനോ അതു ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ആമേൻ. യേശു അതു ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കിയെന്നാണ് 32-ാമത്തെ വാക്യം. അതു ചെയ്തവളെ കാണാൻ. ഏത് ചെയ്തവളെ? അവനോ അതു ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. ഏതു ചെയ്തവളെ? 12 വർഷമായി രക്തസ്രവമായി പല വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ട് ഏറിയതൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ പരവശയായി തീർന്ന ആ സ്ത്രീയെ, അവളെ ഒന്ന് കാണുവാൻ യേശു ചുറ്റും നോക്കി. ആമേ. അവനോ അതു ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. അതായത് ഈ 12 വർഷമായി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ എല്ലാ റിപ്പോർട്ടുകളും എതിരായി അനേക വൈദ്യന്മാരെ കണ്ടു, അനേക മരുന്നുകൾ എടുത്തു, ഒട്ടും ഭേദം വന്നില്ല. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു. ഏറ്റവും പരവശയായ ഈ സ്ത്രീ യേശുവോ അതു ചെയ്തവളെ കാണാൻ. ഈ സ്ത്രീ 12 വർഷമായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾ യേശു അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ഈ 12 സംവത്സരമായി ഈ പ്രതികൂലങ്ങൾക്കകത്തായിരിക്കുന്ന ഈ സ്ത്രീയുടെ ചില പ്രത്യേകതകൾ. ഒന്ന്, യേശു അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കിയെന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾക്കതീതമായി 12 വർഷമാണ്. അനേക വൈദ്യന്മാരെ കണ്ടു, അനേകത ചിലവഴിച്ചു, ഒട്ടും ഭേദം വന്നില്ല. എന്നിട്ടും സാഹചര്യങ്ങൾക്കതീതമായി ഒരത്ഭുതം പ്രതീക്ഷിച്ചവളെ കാണാൻ യേശു നോക്കുകയാണ്. ഇന്നും യേശു നോക്കുകയാണ്. സാഹചര്യങ്ങൾക്കതീതമായി ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന ആരുണ്ടോ അവനെ നോക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. യേശു ചുറ്റും നോക്കി അത് ചെയ്തവളെ കാണാൻ. ആര്? ഏത് ചെയ്തവളെ? സാഹചര്യങ്ങൾക്കതീതമായ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചവളെ, അത് നടക്കും എന്ന് ഉറച്ചവളെ. 12 സംവത്സരത്തെ തൻ്റെ അനുഭവത്തിൻ്റെ കഥകൾ ഇനിയും ഒരു വിടുതലില്ല എന്ന് പറയുമ്പോഴും ആയതിൻ്റെ നടുവിലും യേശു 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 എൻ്റെ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞവളെ, അവളെ കാണാൻ യേശു നോക്കുക. ഇന്ന് പകലിലും അനേക വർഷങ്ങളുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഇനിയും ഒരു വിടുതലില്ല എന്നാണ് നിന്നെ നോക്കി പറയുന്നതെങ്കിലും ആ സാഹചര്യങ്ങളുടെ അപ്പുറത്തും ഒരത്ഭുതം പ്രതീക്ഷിച്ച് യേശുവിൻ്റെ അരികിലേക്ക് വരുന്നവനാണോ നീ? അനേകർ, ആയിരങ്ങൾ കൂടി നിൽക്കുന്നതിൻ്റെ നടുവിലും നിന്നെ ശ്രദ്ധിക്കുന്ന കണ്ണുകളുണ്ടാകും. ഒരത്ഭുതം പ്രതീക്ഷിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന, സാഹചര്യങ്ങൾക്കതീതമായി പ്രതീക്ഷ കൈവിടാതെ എൻ്റെ പ്രശ്നത്തിന് യേശുവിൻ്റെ അടുക്കൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു വന്ന നിന്നെ തിരയുന്ന കണ്ണുകളുണ്ട്.
ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും, 10,000 കൂടിയിരുന്നാലും ആമേൻ, ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും ആമേൻ സ്തോത്രം, സാഹചര്യങ്ങൾക്കതീതമായി ഒരത്ഭുതം നടക്കുമെന്ന് പ്രതീക്ഷ കൈവിടാതെ അത്ഭുതം പ്രതീക്ഷിച്ച് ആമേൻ വന്ന നിന്നെ തെരയുന്ന കണ്ണുകളുണ്ടാകും. യേശു അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ഏത് ചെയ്തവളെ കാണാൻ? നെഗറ്റീവ് റിപ്പോർട്ടുകൾ കയ്യിലിരിക്കുമ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവളെ കാണാൻ, അത് ചെയ്തവളെ കാണാൻ യേശു നോക്കി. ആരാണ് ആ സ്ത്രീ? ഏത് ചെയ്തവളെ? എന്താണ് അവിടെ പ്രത്യേകത? നെഗറ്റീവിൻ്റെ റിപ്പോർട്ടാണ്, നെഗറ്റീവാണ് തൻ്റെ കൈകളിൽ ഇരിക്കുന്ന റിപ്പോർട്ടുകൾ മൊത്തം. പക്ഷേ തൻ്റെ ഹൃദയം പോസിറ്റീവാണ്. ഇന്ന് പകലിലും ഞാൻ ചോദിക്കുന്നു, ഒന്ന്, യേശു അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. ആമേൻ, യേശു അത് ചെയ്തവളെ കാണാൻ നോക്കി. ആരെ? 12 വർഷത്തെ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം അസാധ്യമെന്ന് പറഞ്ഞിട്ടും സാഹചര്യങ്ങൾക്ക് അതീതമായ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചവളെ കാണാൻ യേശു നോക്കി. നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് കയ്യിലിരിക്കുന്നത് എങ്കിലും ഹൃദയത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചിരിക്കുന്നവളെ കാണാൻ സ്വർഗം നോക്കി. ഇന്ന് പകലിലും നിന്റെ കാതിൽ നീ കേൾക്കുന്നതും നീ കാണുന്നതും എല്ലാം നെഗറ്റീവാണെങ്കിലും ആയതിൻ്റെ നടുവിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ടോ? ഒരു പോസിറ്റീവ് ചിന്താഗതി നിനക്കുണ്ടോ? ആമേൻ, ആമേൻ, ആമേൻ. ഒരു പോസിറ്റീവ് മനോഭാവം നിനക്കുണ്ടോ? പൗലോസ് പറയുന്നു, വീണ് കിടക്കുന്നുവെങ്കിലും ഞങ്ങൾ നശിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. ഒരു പോസിറ്റീവ് ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? ആമേൻ, ഒരു പോസിറ്റീവ് ചിന്താഗതി നിനക്ക് നിന്റെ നെഗറ്റീവ് സിറ്റുവേഷനുകളുടെ അകത്തുണ്ടെങ്കിൽ ആമേൻ, അവിടെ നിന്നും അടുത്ത ഒരു ജയത്തിലേക്ക് നിന്നെ കൈപിടിച്ചു കയറ്റുന്ന ഒരു സ്വർഗമുണ്ട്. യേശു അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ആമേൻ, സ്തോത്രം. ആമേൻ. അതായത് യേശു ചുറ്റും അത് ചെയ്തവളെ കാണാൻ, അല്ലെങ്കിൽ അവളെ കാണാൻ നോക്കാൻ കാരണം 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ യേശു അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കാനുള്ള കാരണം, ഈ പ്രശ്നങ്ങൾ ആമേ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇന്നോ നാളെയോ അവൾ തീരും. കാരണം രക്തത്തിലാണ് ജീവനുള്ളത്. ഈ ജീവൻ 12 വർഷമായി ഈ രക്തം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇന്നോ നാളെയോ മരണം എന്ന് ആമെ കാത്തിരുന്ന അവൾ 28-ാം വാക്യത്തിൽ ആമെ വിശ്വാസം പ്രഖ്യാപിക്കുന്നവളാണ്. അവൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവളായി തീർന്നു. അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ സൊല്യൂഷൻ, ഞാൻ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ പ്രതിസന്ധികളുടെ സൊല്യൂഷൻ യേശുവാണ്. അവൾ 28-ാം വാക്യത്തിൽ വിളിച്ചു പറയുകയാണ്, ആമേ, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. വിശ്വാസം പ്രഖ്യാപിച്ചവളെ, ക്ലെയിം ചെയ്തവളെ കാണാൻ. അതായത് അവൾ അത്ഭുതം കണ്ടില്ല, അത്ഭുതം അവൾ അനുഭവിച്ചില്ല. പക്ഷെ അതിനു മുമ്പേ അവൾ വിശ്വസിച്ചത് അങ്ങ് ക്ലെയിം ചെയ്തു. അവളെ കാണാൻ യേശു ചുറ്റും നോക്കി. ഇന്നും ടുഡേ നീ അത്ഭുതം അനുഭവിച്ചില്ല, നീ അത്ഭുതം കണ്ടില്ല, പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന നിന്നെ കാണാൻ നോക്കുന്ന സ്വർഗമുണ്ട്. ഒന്ന്, 12 വർഷത്തെ അനുഭവങ്ങൾ, സാഹചര്യങ്ങളെല്ലാം എതിരാണ് എങ്കിലും സാഹചര്യങ്ങൾക്ക് അതീതമായ അത്ഭുതം പ്രതീക്ഷിച്ചവളെ കാണാൻ യേശു നോക്കി. 2, എല്ലാം നെഗറ്റീവാണ് റിപ്പോർട്ടുകളെങ്കിലും, സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും നെഗറ്റീവാണ് എങ്കിലും അതിൻ്റെ നടുവിലും ഒരു പോസിറ്റീവ് മൈൻഡ്, ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് സ്റ്റെപ്പ് ഫോർവേഡ് വെച്ചവളെ കാണാൻ സ്വർഗം നോക്കി. 3, തൻ്റെ ഈ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ യേശുവാണെന്ന് പറഞ്ഞ് വിടുതൽ അനുഭവിക്കുന്നതിന് മുന്നമേ, സൗഖ്യം പ്രാപിക്കുന്നതിന് മുന്നമേ വിശ്വാസം ക്ലെയിം ചെയ്തവളെ. കമോൺ, ഇന്ന് നിങ്ങൾക്ക് പറ്റുമോ? ഇന്ന് നിങ്ങൾ സാഹചര്യങ്ങളിലെ എതിരായി നിൽക്കുമ്പോഴും നിങ്ങൾ വിടുതൽ കണ്ടില്ല, വിടുതൽ കിട്ടിയില്ല, ആയതിനു മുന്നമേ
ആമേൻ, വിശ്വാസം പ്രഖ്യാപിപ്പാൻ കഴിയുമോ? നിങ്ങളെ കാണുന്ന, നിങ്ങളെ നോക്കുന്ന, നിങ്ങളെ തിരയുന്ന കണ്ണുകളുണ്ട്. അത് ചെയ്തവളെ കാണാൻ യേശു ചുറ്റും നോക്കി. അതായത് അത് ചെയ്തവളെ കാണാൻ യേശു ചുറ്റും നോക്കി എന്ന് പറയുമ്പോൾ പതിവുകളെ തെറ്റിച്ചവളെ കാണാൻ യേശു നോക്കുക. പതിവുകളെ തെറ്റിച്ചവൾ എന്ന് പറഞ്ഞാൽ, പതിവ് യേശുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വരും, അല്ലെങ്കിൽ യേശു ഒരാളുടെ അടുക്കലേക്ക് ചെല്ലും. ഒന്നുകിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് കവിണ് വീഴുന്നു, അല്ലെങ്കിൽ മുട്ടിൽ വീഴുന്നു, കാൽക്കൽ ഇരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണേ, എന്നോട് കരുണ തോന്നണേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ യേശു അങ്ങ് കൈനീട്ടി അവരെ തൊടും, സൗഖ്യമാക്കും. അല്ലെങ്കിൽ യേശു ഒരിടത്തോട്ട് ചെല്ലുന്നു, യേശുവിനെ മനസ്സലിഞ്ഞു, യേശു അങ്ങ് സൗഖ്യമാക്കി. ഇതാ പതിവ്. അതായത് ഈ 25-ാം വാക്യം മുതൽ തുടങ്ങുന്നതിന് മുന്നമേ നമ്മൾ 23-ാം വാക്യമൊക്കെ വായിച്ചാൽ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഇതൊക്കെയാ പതിവ്. ഇങ്ങോട്ട് വന്ന് അപേക്ഷിക്കുക, കർത്താവ് അപ്പോൾ സൗഖ്യമാക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുക, കർത്താവ് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കുക. ഇതാ പതിവ്. പക്ഷേ പതിവുകളെ തെറ്റിച്ച്, ചടങ്ങുകളെ ഒക്കെ തെറ്റിച്ച്, ചടങ്ങുകളൊന്നുമില്ലാതെ പതിവുകളെ തെറ്റിച്ച് കയറി വന്നവളെ, ശക്തി തങ്കിൽ നിന്ന് പുറപ്പെടാൻ തക്കവണ്ണം പതിവിന് വിരോധമായി തന്റെ ശക്തിയെ പുറപ്പെടുവിച്ചവളെ, വിശ്വാസത്താൽ പുറപ്പെടുവിച്ചവളെ കാണാൻ അവൻ ചുറ്റുമൊന്ന് നോക്കി. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഈ മോർണിംഗ് ഡിവോഷനിൽ ഒരു ദൂത് പറയട്ടെ. പതിവുകളെ തെറ്റിച്ച് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയേ കർത്താവ് ചെയ്യത്തുള്ളൂ. നോ. പതിവുകളെ തെറ്റിച്ച് യേശുവിങ്കൽ നിന്നും ശക്തിയെ പുറപ്പെടുവിച്ചവൾ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. അത് ചെയ്തവളെ കാണുവാൻ യേശു ചുറ്റും നോക്കി. ഏത് ചെയ്തവളെ? സാധാരണ യേശു അവരെ സൗഖ്യമാക്കി, അവർ അവനിൽ വിശ്വസിച്ചു. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കണ്ടു, യേശു ചെയ്ത വിടുതൽ കണ്ടു. ആ പുരുഷാരം അവർ യേശുവിൽ വിശ്വസിച്ചെന്ന എല്ലായിടത്തും എഴുതിയിട്ടുള്ളത്. നമ്മൾ വായിക്കുന്നത് അങ്ങനെ. യേശു അവരെ സൗഖ്യമാക്കി, യേശു അവരെ തൊട്ടു, യേശു അത്ഭുതം ചെയ്തു. അവൻ ചെയ്ത വീര്യപ്രവൃത്തികൾ കണ്ട് അവർ അവനിൽ വിശ്വസിച്ചു. നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. സ്വത്രം. അങ്ങനെ സാധാ എല്ലാവരും ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞ്, ചെയ്ത അത്ഭുത പ്രവൃത്തി കഴിഞ്ഞ്, അവരുടെ ജീവിതത്തിൽ ആ അത്ഭുതം കണ്ടു, വിശ്വസിച്ചു, ആ വിടുതൽ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു യേശുവിൽ. പക്ഷെ ഇവളുടെ കാര്യം, ഇവൾക്ക് അത്ഭുതം കിട്ടിക്കഴിഞ്ഞിട്ടല്ല അവൾ യേശുവിൽ വിശ്വസിച്ചത്. അവൾ ആദ്യമേ യേശുവിൽ അങ്ങ് വിശ്വസിച്ചു. ആ വിശ്വാസം അവൾക്ക് വിടുതലായി ഭവിച്ചു. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? യേശു അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കുക. എവിടെയാടാ ഇവൾ? പതിവുകളെ തെറ്റിച്ച് കയറി വന്ന ഇവൾ എവിടെയാണ്? അവളെ കാണാൻ യേശു 10,000 ചുറ്റും നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പതിവുകളെ തെറ്റിച്ച് കയറി വന്നവളെ കാണാൻ യേശു നോക്കുകയാണ്. ആ 10,000 ഇടയിൽ അവളെ കാണാൻ യേശു ചുറ്റും നോക്കുകയാണ്. കാരണം എന്താ? എല്ലാവരും താൻ കൈനീട്ടി തൊട്ട് സൗഖ്യം കിട്ടിയതിന് ശേഷം എന്നിൽ വിശ്വസിച്ചവരാ. പക്ഷെ ഇവൾ ഞാൻ കൈനീട്ടി തൊട്ട് സൗഖ്യം പ്രാപിച്ചതിന് ശേഷം വിശ്വസിച്ചവളല്ല. ഇവൾ ആദ്യമേ എന്നിൽ വിശ്വസിച്ചിട്ട് എന്നിന്റെ ശക്തി പുറപ്പെടുവിച്ചവളാണ്. യേശു അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ആരെ? 12 വർഷത്തെ അനുഭവങ്ങൾ, സാഹചര്യങ്ങളെല്ലാം എതിരായിട്ടും ഒരത്ഭുതം പ്രതീക്ഷിച്ചു വന്നവളെ യേശു നോക്കി. യേശു അത് ചെയ്തവളെ കാണുവാൻ നോക്കി. ആരെ? എല്ലാം നെഗറ്റീവാണ്, എങ്കിലും ഹൃദയത്തിനകത്തൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ വെച്ചവളെ കാണാൻ യേശു നോക്കി. എല്ലാ അസാധ്യതകളുടെയും നടുവിൽ സൊല്യൂഷൻ എൻ്റെ യേശുവിൽ എൻ്റെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞവളെ, അതിനുവേണ്ടി ചുവട് വെച്ചവളെ കാണാൻ ആമേൻ യേശു നോക്കി. വിശ്വാസത്താൽ തന്നെ തൊട്ടു, ശക്തി പുറപ്പെട്ടു. അതായത് അനേകർക്ക് താൻ
തൻ്റെ ശക്തിയാൽ അനേകർക്ക് താൻ സൗഖ്യം കൊടുത്തതിന് ശേഷം അവർ അവനിൽ വിശ്വസിച്ചു. പക്ഷെ ഇവൾക്ക് സൗഖ്യം കിട്ടിയതിന് ശേഷമല്ല, ഇവളുടെ വിശ്വാസത്താൽ ശക്തിയെ പുറപ്പെടുവിച്ചു. ഇവൾക്ക് വിടുതൽ കിട്ടിയതിന് ശേഷമല്ല വിശ്വസിച്ചത്, കിട്ടുന്നതിന് മുന്നമേ അവൾ കർത്താവിൽ വിശ്വസിച്ചു. വിശ്വസിച്ചത് അവൾ പറഞ്ഞു. ആ വിശ്വാസം ശക്തിയെ പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. അവളെ കാണുവാൻ അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ഇന്ന് പകൽ യേശു ഇതുപോലെ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ, ഇങ്ങനൊക്കെ ഒന്ന് പ്രവർത്തിപ്പാൻ, അല്ലെങ്കിൽ ചുവട് വെക്കാൻ, വിശ്വസിപ്പാൻ തയ്യാറാകുന്ന ആരെയോ ജനക്കൂട്ടങ്ങൾ, 10,000 ലക്ഷങ്ങളുടെ നടുവിൽ ഈ സ്ത്രീയെ പോലെ ഇന്നും ആര് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, വിശ്വസിപ്പാൻ, ചുവട് വെക്കാൻ, ഏറ്റുപറയാൻ തയ്യാറാകുമോ? അവരെ നോക്കുന്ന കണ്ണുകളുണ്ട്. യേശു അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ഇന്നും യേശു പുരുഷാരത്തിൻ്റെ ഇടയിൽ എന്നെയും നിന്നെയും നോക്കുകയാണ്. സാഹചര്യങ്ങളുടെ ഇടയിലും നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നവനാണോ എന്ന്, നെഗറ്റീവ് റിപ്പോർട്ടുകളുടെ ഇടയിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും മൈൻഡും സൂക്ഷിക്കുന്നവനാണോ എന്ന് യേശു നോക്കുകയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിനക്കുണ്ട്, പക്ഷെ ആ സമ്മർദ്ദങ്ങൾ നിന്നെ പുറകോട്ടല്ല വലിക്കുന്നത്. യു ആർ സ്റ്റെപ്പ് ഫോർവേഡ്, യു ആർ ഡൂയിങ് ദ സ്റ്റെപ്പ് ഫോർ, മുൻപോട്ട് തന്നെ ചുവട് വെക്ക്. യേശു നോക്കുക. പതിവുകളെ തെറ്റിച്ച് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് വിശ്വസിച്ചതല്ല, അതിനു മുന്നമേ യേശുവിൽ വിശ്വസിച്ച് ആ വിടുതൽ ഏറ്റുപറഞ്ഞവൻ, കിട്ടുന്നതിന് മുന്നമേ ആ സൗഖ്യം ആമെ വിശ്വാസത്താൽ റിസീവ് ചെയ്തവൾ. യേശു അത് ചെയ്തവളെ കാണുവാൻ തന്നിൽ നിന്നും വിശ്വാസത്താൽ ശക്തി പുറപ്പെടുവിച്ചവൾ. ഇന്ന് പകലും നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് വേണ്ടി ശക്തി പുറപ്പെടും. ഇന്നും വിശ്വസിച്ച് ശക്തി പുറപ്പെടുവിക്കാൻ, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ശക്തി പുറപ്പെടുവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം. യേശു അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. യേശുവേ, ബഹുപുരുഷാരം തന്നെ തിക്കി തിരക്കുന്നതിൻ്റെ ഇടയിലും അത് ചെയ്തവളെ കാണുവാൻ യേശു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തിരയുകയാണ്. ഒരുവനെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ തിക്കി തിരക്കുന്നതിൻ്റെ ഇടയിൽ യേശു അത് ചെയ്തവളെ കാണാൻ നോക്കുകയാണ്. ഇന്നും പുരുഷാരത്തിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ യേശു നോക്കുന്നു. ആരിങ്ങനെ യേശുവിനെ കയറി പിടിക്കാൻ, ആരിങ്ങനെ വിശ്വാസത്താൽ യേശുവിനെ തൊടാൻ തയ്യാറാണ്? കർത്താവേ, ഇന്ന് ഈ വചനം നിന്റെ ജനത്തിന് അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ. ഞങ്ങൾ അങ്ങിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ കാണുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ നെഗറ്റീവുകൾക്കകത്തും ഒരു പോസിറ്റീവ് മൈൻഡിനെ സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇന്നലകളുടെ അറിവുകൾ, 12 വർഷത്തെ എത്രയോ വർഷങ്ങളുടെ അറിവുകൾ, സ്തോത്രം, അതെല്ലാം ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോഴും സാഹചര്യങ്ങൾക്ക് അതീതമായ ഒരു അത്ഭുതത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പതിവുകൾ യേശു ഇങ്ങോട്ട് വന്ന് കൈതൊട്ട് സൗഖ്യമാകുക, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കലോട്ട് പോയി മുട്ടുകുത്തി നിന്ന് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് സൗഖ്യം മേടിക്കുക, ഇതൊക്കെ പതിവ്. പക്ഷെ പതിവുകളെ പറ്റിച്ച് അങ്ങിൽ നിന്നും ഒരു അത്ഭുതത്തെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കും. കർത്താവ് ഈ ജനത്തെ അങ്ങനെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇന്നത്തെ ദിവസം വലിയൊരു ഡെലിവറൻസിൻ്റെ, വിടുതലിൻ്റെ ദിവസമായി സ്വർഗം തീർക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. യേശു അത് ചെയ്തവളെ കാണുവാൻ